ഒരു അടിപൊളി ഒരു പാൽപ്പായസമാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതും എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയൽ മാത്രമല്ല അത്രയും ടൈം വേണ്ടു നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ, അപ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കണേ കേട്ടോ. അത് ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം ഒന്ന് മാറ്റി കഴിഞ്ഞ ശേഷം കൈ കൊണ്ടൊന്ന് ഞരടി അതൊന്ന് ഉടക്കിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. അത് ആ അരി ഒന്ന് പൊട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ പാൽപ്പായസത്തിൻ്റെ അരി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് അങ്ങനത്തെയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യുന്നതാണ്. ഇനി ഒരു കവറാണ് പാലെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഒരു കവറ് പാലെടുത്തിട്ടുള്ളൂ എന്നുള്ളൂ. അത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. എനിക്കിപ്പോൾ ഒരു കവറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അരി എടുക്കുന്നതനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളമാണ് ഒഴിച്ചേക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിക്കുകയാണ് വേണ്ടത്. അടച്ചു വയ്ക്കൊന്നും വേണ്ട, തുറന്ന് വെച്ചിട്ട്. കാരണം നന്നായി കുതിർന്നേക്കണ അരിയല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ച് നല്ല പോലെ ഒന്ന് വേവിക്കുക. അപ്പോൾ ഒരുപാട് ഉടഞ്ഞു വരണ്ട, നല്ലൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിൽ വെള്ളം ഒന്ന് വറ്റിക്കണം. അപ്പോൾ ഒന്ന് ഇളക്കി തന്നെ നിൽക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടി കട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇളക്കി തന്നെ നിൽക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. വറ്റിയൊന്ന് തോന്നിയപ്പോൾ ഞാനിതിലേക്ക് പാൽ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിളപ്പിച്ച പാൽ മുഴുവൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ തിളപ്പിക്കാം. അത് പെട്ടെന്ന് തിള വരും, കാരണം നമ്മൾ പാൽ ഓൾറെഡി തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തിള വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു ബൗളേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ഇടാം. ഞാനിപ്പോൾ എനിക്ക് ഒരു പാക്കറ്റ് പാലിന് ഇത്രയ്ക്കും മധുരം മതി. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഏലക്കാപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിള വരുമ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി തന്നെ നിൽക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പോലെ ഇളക്കി തന്നെ നിൽക്കുക. പിന്നെ നല്ല തിള വരുന്ന സമയത്ത് ലോ ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് വേണം പിന്നെ ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഏകദേശം ഒന്ന് കുറുകിയും തോന്നിയപ്പോൾ ഞാൻ അടുപ്പത്ത് മാറ്റി. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച ശേഷം കശുവണ്ടി ഉണ്ട്. അപ്പോൾ ഞാൻ മുന്തിരി ഇടുന്നില്ല കേട്ടോ, കശുവണ്ടി മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് മുന്തിരി ഇടാം, പക്ഷേ ഞാൻ കശുവണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അത് മാറ്റാം കേട്ടോ. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പായസത്തിലേക്ക് ഇതങ്ങ് ചേർക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല കട്ടി തന്നെ നമുക്ക് പാൽപ്പായസം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പായസമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ മധുരം ഞാൻ പറഞ്ഞല്ലോ, ആവശ്യത്തിന് മധുരമൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപ്പായസം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽപ്പായസമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ.